അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് വലിയൊരു അബദ്ധമായിരുന്നു. ജയിലിൽ കിടക്കുമ്പോൾ ഒരു രക്തസാക്ഷി പരിവേഷമെങ്കിലും ഉണ്ടായിരുന്നു. ഈ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ട് ഒരു വിധത്തിലും പ്രവർത്തിക്കാൻ പറ്റുകയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജാമ്യ വ്യവസ്ഥകൾ ആ രീതിയിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാനോ ഫയൽ നോക്കാനോ അദ്ദേഹത്തിന് അനുമതിയില്ല, അംഗീകാരമില്ല, അധികാരമില്ല. ചുരുക്കി പറഞ്ഞാൽ കെജ്രിവാളിനിട്ട് അടിച്ച അതിഭയങ്കരമായ ഒരു ആപ്പായിരുന്നു സുപ്രീം കോടതി നൽകിയ ജാമ്യ ഉത്തരവ്. നേരത്തെ പല മുഖ്യമന്ത്രിമാരും ജയിലിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ഹേമന്ത് സോറൻ അടുത്ത കാലത്താണ് പോയത്. അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട വേറൊരു MLA മന്ത്രിയാക്കി. പുള്ളിക്ക് സ്വന്തം ഭാര്യ മുഖ്യമന്ത്രിയാകണമെന്നൊരു താല്പര്യം, അത് നടന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ വേറൊരു MLA മന്ത്രിയാക്കി അദ്ദേഹം ജയിലിൽ പോയി. ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി തിരിച്ചു വന്ന ഉടനെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു. ആ മുഖ്യമന്ത്രിയായിരിക്കാൻ അവസരം കിട്ടിയ MLA കഷ്ടകാലത്തിന് BJPയിൽ ചേർന്നു. അത് വേറെ കാര്യം, അതൊക്കെ സാധാരണ സംഭവിക്കുന്നതാണ്. നേരത്തെ നിതീഷ് കുമാർ രാജിവെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ അന്ന് ഒട്ടും അറിയപ്പെടാതിരുന്ന ഒരാളെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി. അതാണ് ജിതൻ റാം മാഞ്ചി. കുറച്ച് കഴിഞ്ഞപ്പോൾ നിതീഷ് കുമാറിന് മനസ്സിലായി ഈ മാഞ്ചിയെ വച്ചിട്ടൊന്നും ഒരു പരിപാടി നടക്കില്ല. അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം തിരിച്ചെടുത്തു, മുഖ്യമന്ത്രിയായപ്പോൾ എന്ന് ചോദിച്ചാൽ മാഞ്ചി വിമതനായി. അദ്ദേഹം സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി. ഇവിടെ ചെമ്പൈ സോറൻ BJPയിൽ ചേരുകയാണ്. മാഞ്ചി സ്വന്തം പാർട്ടി ഉണ്ടാക്കി. ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് വിലസുകയാണ്. അദ്ദേഹവും ഈ BJP മുന്നണിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല തമാശകളും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രിയായിട്ട് തുടരാൻ കഴിയുകയില്ല എന്ന അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ഭാര്യയെ മുഖ്യമന്ത്രിയാക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. കാരണം രാജ്യത്തെ ഒരു സാധാരണ രീതി അതാണല്ലോ. ലാലു പ്രസാദ് പോയപ്പോൾ റബറി ദേവിയെ മുഖ്യമന്ത്രിയാക്കി. നമ്മുടെ സോറൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആ സ്ഥാനത്ത് അവരോധിക്കാൻ ശ്രമിച്ചു. അരവിന്ദ് കെജ്രിവാൾ മിക്കവാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനിത കെജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കും എന്നൊക്കെ പത്രങ്ങൾ അടിച്ചു വിട്ടു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. അരവിന്ദ് കെജ്രിവാൾ അന്തസ്സുള്ളവരാണ്. ഭാര്യ മുഖ്യമന്ത്രിയാക്കുന്നതൊക്കെ വളരെ രണ്ടാം തരമാണ്. മാത്രമല്ല ഡൽഹിയിലെ ജനങ്ങൾ സാമാന്യം വിദ്യാഭ്യാസമുള്ളവരാണ്, അക്ഷരാഭ്യാസമുള്ളവരാണ്. വിദ്യാസമ്പന്നരായ ഇടത്തരക്കാരാണ് അവിടുത്തെ വോട്ടർമാരിൽ കൂടുതൽ. അപ്പോൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പന്നത്തരം കാണിക്കാൻ പുള്ളിക്ക് ധൈര്യം വന്നില്ല. അല്ലെങ്കിൽ അത് പോക്കണക്കേടായിട്ട് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെയൊക്കെ തോന്നുന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് തന്നെ വലിയ അത്ഭുതമാണ്. എന്തോ ആട്ടെ, അതിൽ കെജ്രിവാൾ രാജിവെക്കാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയായി തുടരാൻ പറ്റുകയില്ല. കാരണം ഓഫീസിൽ പോകാനും പറ്റില്ല, ഫയൽ നോക്കാനും പറ്റില്ല, ഒപ്പിടാനും പറ്റില്ല. പിന്നെ വെറുതെ പേരിൽ മാത്രം മുഖ്യമന്ത്രിയാക്കുന്നതിൽ യാതൊരു കഥയുമില്ല. ഇത് വേറൊരാളെ കൂലിക്ക് വെച്ച് ചെയ്യിക്കാവുന്ന ജോലിയുമല്ല. അതുകൊണ്ട് അദ്ദേഹം ധൈര്യസമേതം രാജിക്കത്തെഴുതി ലഫ്റ്റനൻറ്റ് ഗവർണറെ ഏൽപ്പിക്കുകയാണ്. തൽസ്ഥാനത്തേക്ക് പാർട്ടി കമ്മിറ്റി കൂടി ഒരു മുഖ്യനെ തിരഞ്ഞെടുക്കണമല്ലോ. അങ്ങനെ മുഖ്യയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അദർശി മർലേന എന്ന് പറഞ്ഞ ഒരു യുവ വനിതാ മന്ത്രിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ 2016 ശേഷം രാഷ്ട്രീയത്തിൽ വന്നതാണ്. വളരെ വിദ്യാസമ്പന്നരായ മാതാപിതാക്കളുടെ മകളാണ്. മാതാപിതാക്കൾ രണ്ടുപേരും വിഖ്യാതമായ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ അധ്യാപകരാണ്. മകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA പാസ്സായി. നമ്മുടെ വിഖ്യാതമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA പാസ്സായി. അങ്ങനെ ഒരു ആക്ടിവിസ്റ്റായിട്ട് രാജ്യത്ത് തിരിച്ചു വന്നതാണ്. പിന്നീട് കെജ്രിവാളിൻ്റെ പാർട്ടിയിൽ ചെന്നു. ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളാണ്. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈസ്റ്റ് ഡൽഹിയിൽ മത്സരിച്ചു. പക്ഷേ BJP സ്ഥാനാർത്ഥിയോട് സാമാന്യം ഡീസൻ്റായിട്ട് ഏതാണ്ട് 4.25 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ തോറ്റുപോയി എന്ന് വെച്ചാൽ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോകാനൊന്നും അതിഷി തയ്യാറായില്ല. അവർ രാഷ്ട്രീയത്തിൽ തന്നെ ഉറച്ചു നിന്നു. 2020 ഡൽഹിയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ മന്ത്രിയായി. 4 വർഷത്തോളം അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായിട്ട് നിറവേറ്റി ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തും എത്തിയിരിക്കുകയാണ്. എല്ലാവരും വിചാരിക്കുന്നത് ഇവരെ മുൻനിർത്തിക്കൊണ്ട് കെജ്രിവാളിൻ്റെ പിൻ സീറ്റ് ഡ്രൈവിംഗ് ആയിരിക്കും എന്നാണ്. ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. കഴിവും പ്രാപ്തിയും ബുദ്ധിശക്തിയുമുള്ള ഒരു യുവതിയാണ് ഈ മർലേന. തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അരവിന്ദ് കെജ്രിവാൾ ഇവരുടെ കാലം പിടിച്ച് വലിച്ച് താഴെ വീഴിക്കൂ എന്ന് പറയാൻ ഞാൻ ആളല്ല. രാഷ്ട്രീയമാണല്ലോ, എന്ത് സംഭവിക്കാം. എങ്കിൽ പോലും നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുനടക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല ഈ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ ആളുകൾ വായുകൊണ്ട് പറയും. ഇവിടെ ടീച്ചറമ്മ എന്നൊക്കെ പറഞ്ഞു നടന്ന ആ പാവത്തിൻ്റെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കിയത്.
അല്ലെങ്കിൽ ഗൗരിയമ്മയ്ക്ക് എന്ത് സംഭവിച്ചു, സുശീല ഗോപാലിന് എന്ത് സംഭവിച്ചു, നമ്മുടെ കൺമുമ്പിലുള്ള കാര്യങ്ങളാണ്. ശൈലജ ടീച്ചർക്ക് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്ത്രീ ശാക്തീകരണം, വിമോചനം എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ഒരു സ്ഥാനത്ത് ഒരാളെ ഇരുത്തുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുക. ഏതായാലും അതിർഷ്യം മർലേനയ്ക്ക് ഭാവുകങ്ങൾ നേരുന്നു. അവരുടെ ഭരണം വളരെ നല്ല രീതിയിലാകട്ടെ. ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, ആം ആദ്മിക്ക് അത് തീർച്ചയായിട്ടും ഗുണകരമായി തീരട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയും ആശീർവദിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.